അപ്പൊ ഇത് ഞാൻ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് വരികയാണ്. അപ്പൊ ഇപ്പൊ സ്കൂളില്ലല്ലോ, വെക്കേഷൻ അല്ലേ. അത് കാരണം രാവിലെ ഒന്ന് ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പണികളൊന്നും ഒരുങ്ങേയില്ല, അതും വേണമല്ലോ പറയാൻ. അപ്പൊ ഞാൻ എന്തായാലും അടുക്കളയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യണ പണി ജനൽ തുറക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പൊ എന്തായാലും ജനൽ തുറക്കുമ്പോ ഇപ്പൊ ആദ്യം കാണുന്നത് കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കണതാണ് കേട്ടോ. അപ്പൊ അത് രാവിലെ അത് കാണുമ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ തോന്നും. പക്ഷെ നേരെ താഴത്തേക്ക് നോക്കിക്കേ, മെറ്റലിൽ നിറച്ച് പൂക്കൾ വീണ് കിടക്കാണ് കേട്ടോ. അപ്പോ രാവിലത്തെ രാത്രിയാണെങ്കിൽ ചെറുതായിട്ട് മഴയും പെയ്യണ കൊണ്ടേ ആകെ നനഞ്ഞു കിടക്കാണ്. അത് കാണുമ്പോ ഇനി അടിച്ചു വരണ്ടേന്ന് ആലോചിക്കുമ്പോഴേ ഉള്ള എനർജി ഒക്കെ പോവുകയും ചെയ്യും. അപ്പൊ ഇത് ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചതിന് ശേഷം ഉമ്മറവാതിലൊക്കെ ഒന്ന് തുറന്ന് പുറത്തേക്ക് വന്നതാ കേട്ടോ. അപ്പൊ ഇതാ മുറ്റത്ത് കണ്ടില്ലേ, നിറച്ച് പൂവൊക്കെ വീണ് കിടക്കണത്. കിടക്കണ കാണുമ്പോ നല്ല ഭംഗിയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ രാവിലെ അടിച്ചു വരാറില്ല. ഇപ്പൊ ഞാൻ വൈകുന്നേരം ആവുമ്പോ വെയിലൊക്കെ തട്ടുമ്പോഴേ പൂവൊക്കെ പാടുമല്ലോ, അപ്പൊ പോയി അടിച്ചൊരിയാൻ നീങ്ങും കേട്ടോ. അപ്പൊ വിശാട്ട് ഇവിടെ അടുത്തൊരു സ്ഥലം വരെ പോയർക്കാണ്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എത്തും കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ഞാനിതാ ഈ ഒരു പാക്കറ്റ് പുട്ട് കൊണ്ടാട്ടോ, പൊടി കൊണ്ടാട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇതുമ്മേ ഇളം ചൂടുവെള്ളം കൊണ്ട് നനയ്ക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നനച്ചപ്പോഴും എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പുട്ട് കിട്ടിയിരുന്നു കേട്ടോ. അപ്പൊ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി പുട്ടിലേക്കുള്ള നമ്മുടെ കോമ്പിനേഷൻ കോഴി പാർട്സ് കൊണ്ടുള്ള കറി കേട്ടോ. അപ്പൊ പാർട്സ് ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ പുട്ട് ഉണ്ടാക്കുള്ളൂ എന്ന്. കാര്യം രണ്ട് കോമ്പിനേഷൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പൊ പിന്നെ രാവിലെ എണീറ്റിട്ട് ഇതുമ്പോൾ പണിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. കാരണം ഒരു പ്രത്യേക മണക്കാണല്ലോ ഈ കോഴി പാർട്സിന്. എന്താ രാത്രി തന്നെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരത്തെ എണീറ്റിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തണുപ്പൊക്കെ വിടാൻ വേണ്ടിയിട്ട്. എന്നാൽ തണുപ്പൊക്കെ വിട്ടിട്ടുള്ള പാർട്സ് ആണിത്. ഇനി നമുക്ക് ഉപയോഗിച്ചിട്ട് കറി ഉണ്ടാക്കാം. അപ്പൊ ചിക്കൻ പാർട്സ് തണുപ്പൊക്കെ വിട്ടിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നീളത്തിലരിഞ്ഞത്, ഒരു 5-6 ചെറിയുള്ളി കട്ട് ചെയ്തത്, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, പിന്നെ ഒരു ചെറിയ തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിക്കൻ പാർട്സ് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ സവാളയും നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് പൊടികളായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുഴുവനായിട്ടും മല്ലിപ്പൊടി, ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കേട്ടോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പൊ അതിന്റെ പച്ചച്ചുവ ഒന്ന് മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഒന്ന് കുക്കാവുന്ന വരെ വഴറ്റിയെടുക്കുക. അടച്ചു വെച്ചാൽ മതി, എന്നാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിപ്പോ പാർട്സ് കുക്കറിൽ ഇട്ടിട്ടാണല്ലോ വേവിച്ചത്. അപ്പൊ അതങ്ങനെ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് മസാലയൊക്കെ ചിക്കൻ പാർട്സിലേക്ക് പിടിക്കണ്ടേ, അതിന് വേണ്ടി അടച്ചു വെച്ചു. കറി ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ ഞാനിപ്പോ ഇത് പുട്ടിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പൊ കുറച്ച് ചാറോട് കൂടിയിട്ട് വേണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പൊ ഈ സമയം തന്നെ ഓഫ് ആക്കുന്നുണ്ട്. അപ്പൊ ഓഫ് ആക്കുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് എരിവ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് അതിനുശേഷം തീ ഓഫ് ആക്കി വെക്കാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ദേവുട്ടൻ ഉണർന്നിട്ട് ബഹളം വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കായിരുന്നു, കണ്ണൻ കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ തന്നെ അവനെ ചെന്നിട്ട് ബെഡിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ ദേവുട്ടന് പല്ലൊക്കെ തേപ്പിച്ചു കൊടുത്തിട്ട് കണ്ണനും ദേവുട്ടനും പാലും വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. അവന് പുട്ടും പാർട്സ് കറിയുടെ ഗ്രേവി ഒക്കെ കൂട്ടിയിട്ട് ദേവുട്ടൻ കഴിച്ചിട്ടു, അവന് ഇഷ്ടപ്പെട്ടിരിക്കണു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അടുത്ത ക്ലീനിങ് പരിപാടികളായിട്ടുള്ള അടിച്ചുവാരല്, തുടയ്ക്കല്, അതൊക്കെ എന്നും ചെയ്യുന്ന പണികൾ തന്നെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ദേവുട്ടനെ കുളിപ്പിച്ചു, ഞാനും കുളിച്ചു. കുളി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടെ വിശക്കും ട്ടോ. രാവിലെ കഴിച്ചതൊക്കെ ഒന്നുകൂടെ വിശക്കും. അപ്പൊ ഒന്നും കൂടെ ഒരു ചായയും കൂടെ കുടിക്കും. എന്തെങ്കിലുമൊക്കെ ലഘുവായിട്ട് എന്തെങ്കിലും കടിയൊക്കെ കഴിക്കും. ബേക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് ഇനി ഉച്ചത്തേക്കുള്ള കലാപരിപാടികൾ തുടങ്ങുകയാണ്. ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ രാവിലത്തെ എന്റെ വിശേഷങ്ങൾ എന്ന് പറയാന്. അപ്പൊ എന്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് കാണാം. ബൈ.